ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അതുൽ, ചീഫ് ഫിസിഷ്യൻ, ആരാധന ആയുർവേദ, മണ്ണാർക്കാട്, കേരള. എല്ലാവർക്കും സ്വാഗതമുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയാറ്റിക്കയെ കുറിച്ചാണ്. എന്താണ് ഈ സയാറ്റിക്ക? അപ്പോൾ സയാറ്റിക്ക വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങളും ചികിത്സാവിധിയും പിന്നെ ആയുർവേദത്തിൽ സയാറ്റിക്കയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. വീഡിയോയിലേക്ക് പോകണ മുമ്പേ ആരെങ്കിലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടണിൽ എനേബിൾ ഓൺ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങളിത് ഡയറക്റ്റ് എത്തും. വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഈ സയാറ്റിക്ക? സയാറ്റിക്ക എന്നുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സയാറ്റിക്ക ഒന്നുമല്ല, വലിയ സംഭവം എന്നല്ല, ഒരു നെർവാണ്, ഒരു നെർവാണ്. ആ ഒരു പ്രധാനപ്പെട്ട ഒരു നെർവാണ്, ഒരു ലോങ്സ്റ്റ് നെർവാണ്, നമ്മുടെ കാൽഭാഗത്ത് കാണുക ഒരു നെർവാണ്. അപ്പോൾ അത് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ 5 നെർവ് റൂട്ട്സ് ഉണ്ട്. അതിന് മുമ്പേ നമ്മുടെ നട്ടിലുണ്ടല്ലോ, അതാണ് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്ന സംഭവമാണ് നട്ടിൽ. അതുകൂടെ പോണ സ്പൈനൽ കോഡ് ഉണ്ട്, അതിൽ നിന്നാണ് ഈ നെർവ് റൂട്ട്സ് വഴി നെർവ് വരുന്നത്. അപ്പോൾ സർവൈക്കൽ റീജിയൻ, തൊറാസിക് റീജിയൻ, പിന്നെ വരുന്നതാണ് ലംബാർ റീജിയൻ. അങ്ങനെ കുറച്ച് റീജിയനുകളുണ്ട്. അങ്ങനത്തെ ആ ലംബാർ റീജിയനിൽ വരുന്ന L4, L5, S1, S2, S3 ഈ 5 നെർവ് റൂട്ട്സ് ഉണ്ടല്ലോ, ഈ 5 നെർവ് റൂട്ട്സിൻ്റെ ഒരു ബണ്ടൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണം? സയാറ്റിക്ക എന്ന് വിളിക്കണം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഓരോ നെർവും ബണ്ടിലായിട്ട് ഒരു സിംഗിൾ നെർവായിട്ട് നമ്മുടെ ബാക്ക് റീജിയൻ, ലോ ബാക്ക് റീജിയനിൽ ബട്ടക്സിൻ്റെ ബാക്ക് കൂടെ അങ്ങനെ പോയി നമ്മുടെ ആ നീ ജോയിൻ്റ് ഉണ്ട്, ആ മുട്ടിൻ്റെ ബാക്ക് കൂടെ പോയി നേരെ കാൽഭാഗത്തേക്ക് ടോയിലേക്ക് പോവുകയാണ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുക? സയാറ്റിക് നെർവ്. അപ്പോൾ ആ ഒരു സയാറ്റിക് നെർവിലേക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ അതിലെന്തെങ്കിലും ഇറിറ്റേഷൻസോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അതിലുള്ള ലക്ഷണങ്ങൾ കാണാൻ കഴിയും. അതാണ് സയാറ്റിക് ഇഞ്ചുറി, അല്ലെങ്കിൽ സയാറ്റിക് നെർവ് ഇഞ്ചുറി, സയാറ്റിക് പെയിൻ എല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇഞ്ചുറീൻ്റെ തീവ്രത അനുസരിച്ചായിരിക്കും നമ്മുടെ എന്ത് പറയാൻ പറ്റുമോ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പോൾ ആയുർവേദത്തിൽ ഈ സയാറ്റിക് നെർവ് അല്ലെങ്കിൽ സയാറ്റിക്ക പറഞ്ഞൊരു കണ്ടീഷനെ ഗൃദ്രസി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൃദ്രസി പറഞ്ഞാൽ ഒരു വാതവ്യാധിയാണ്, വാദം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് വാതവ്യാധി. അപ്പോൾ ഈ ഗൃദ്രസി പറഞ്ഞാലും ഒരു വാതവ്യാധി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസിയിൽ ആൾക്കാരൊന്ന് പറയാനുള്ളത് നമുക്കൊരു ഇടുപ്പ് വേദനയാണ്. അപ്പോൾ ഇടുപ്പ് വേദനയ്ക്കുള്ളതിൽ എന്തെങ്കിലും ഗുളികയോ എന്തെങ്കിലും സംഭവം തരാൻ പറ്റുമോ? നമുക്ക് തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് കാരണം അറിയണം. ആയുർവേദം പറഞ്ഞാൽ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ കോസ് എന്താണ്, അതിൻ്റെ നിദാനം എന്താണ്, അത് അറിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചികിത്സയ്ക്ക് കിടക്കാൻ പറ്റൂ. അപ്പോൾ ഇടുപ്പ് വേദന പല കാരണങ്ങളും വരാം. അതിൻ്റെ ഹെർണിയേഷൻ, ഡിസ്ക് ഹെർണിയേഷൻ, സ്ലിപ്പ് ഡിസ്ക് ആണോ, ഇൻറ്റുവേർട്ടഡ് ഡിസ്ക് പ്രൊലാപ്സ് ആണോ, ഓസ്റ്റിയോ ആർത്രറ്റിക് ചേഞ്ചസ് ഉണ്ടോ, നമ്മുടെ ഡിസ്കിൽ ഓസ്റ്റിയോ ആർത്രറ്റിക് ചേഞ്ചസ്, അല്ലെങ്കിൽ പ്രഗ്നൻസി കാരണമാണോ ഈ ഇടുപ്പ് വേദന, അല്ലെങ്കിൽ നമ്മുടെ ഓവർ വെയ്റ്റ്, ഒബേസിറ്റി കാരണമാണോ? അപ്പോൾ ആ കാരണം അറിയണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്ക് പെയിൻ, ലോ ബാക്ക് ഏക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ചികിത്സാ രീതിയിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും നമുക്ക് അറിയാം. ഫസ്റ്റ് നമുക്ക് കാരണങ്ങൾ അറിയാം, പിന്നെ നമുക്ക് ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കാരണം പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒബേസിറ്റി, വൺ ഓഫ് ദ മെയിൻ റീസൺ പറയുമ്പോൾ ഒബേസിറ്റി, കുറച്ച് വെയിറ്റ് ഉള്ള കാരണം കൊണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് പ്രഷർ പോവാം. അപ്പോൾ മെയിൻ കാരണം പറയുമ്പോൾ അതിലുള്ള ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് പ്രൊലാപ്സിനും പറയും, സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയും, അല്ലെങ്കിൽ ബൾജ് ഡിസ്ക് എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്, വേറെ വേറെ വ്യത്യസ്തമായ പേരിൽ പറഞ്ഞേ ഉള്ളൂ, പക്ഷേ സംഭവം ഒന്ന് തന്നെയാണ്. നമ്മുടെ നട്ടിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു നട്ടിലുണ്ട്. അപ്പോൾ അതിലുള്ള 2 വെർട്ടിബ്രേ തമ്മിലുള്ള ഒരു കുഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്, അതിനാണ് നമ്മൾ പറയുന്നത് ഡിസ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 വെർട്ടിബ്രേസ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഒരു സ്പേസ് ഉണ്ട്, ഒരു വൈറ്റിഷ് കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഇമേജ് നോക്കിയാൽ കാണാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ ഡിസ്ക് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ക് എന്താ ചെയ്യുക വെച്ചാൽ ആ 2 വെർട്ടിബ്രേ തമ്മിൽ ഉരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ക്കാണ്. അപ്പോൾ ആ ഡിസ്കിൻ്റെ തേയ്മാനം സംഭവിക്കുക, അല്ലെങ്കിൽ ആ ഡിസ്ക് ബൾജ് ചെയ്യുക. അപ്പോൾ ആ ഡിസ്ക് ബൾജ് അതിനെ നമ്മൾ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ്, അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് എന്ന് വിളിക്കും. അപ്പോൾ ആ ഡിസ്ക് ബൾജ് നമ്മുടെ ആ ഒരു നെർവ് ഉണ്ടല്ലോ, ആ സയാറ്റിക് നെർവിലേക്ക് വന്ന് പ്രസ് ചെയ്യുമ്പോൾ, ഏത് നെർവ് എന്നാണോ വരുന്ന ആ നെർവ് റൂട്ട്സ്, 5 നെർവ് റൂട്ട്സ് ഉണ്ട്, ഏത് ഡിസ്കിനാണോ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്കിനാണോ ബൾജ് വന്നിട്ട് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ എവിടെയാണോ ബൾജ് ആ നെർവിനെ പോയിട്ട് പ്രസ് ചെയ്യും. അതിൽ പ്രസ്സിങ് അല്ലെങ്കിൽ കംപ്രഷൻ വരുമ്പോൾ നമ്മുടെ സയാറ്റിക് നെർവിലേക്കും എന്ത് വരും, പെയിൻ വരും. ഇതിനുള്ള പെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതി പെയിനാണ്, റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും, പിന്നെ ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഡിസ്ക് ബൾജ്. അപ്പോൾ ആദ്യത്തെ കാരണം ഞാൻ പറഞ്ഞു ഹെർണിയേറ്റഡ് ഡിസ്ക്, അല്ലെങ്കിൽ ബൾജ് ഡിസ്ക്, അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക്.
രണ്ടാമത്തെ ഇതിനെ ഒരു ചേർത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഡിസ്ക് ഡീജനറേഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഡിസ്ക് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഡിസ്ക് ഡീജനറേഷൻ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് ടു ദ ഡിസ്ക്. അപ്പോൾ രണ്ട് വെർട്ടിബ്രേ തമ്മിൽ ആ ഡിസ്ക് ഉണ്ടല്ലോ, ഡിസ്ക് ഈ വെർട്ടിബ്രയും ഡിസ്കും ഇങ്ങനെ ഉരയ്ക്കാതിരിക്കാനാണ് സംഭവം. ആ ഡിസ്ക് ഇങ്ങനെ ഉരഞ്ഞിട്ട് ആ ഡിസ്ക് എന്തായി മാറും, തേഞ്ഞു പോകും. നമ്മുടെ സാധാരണ സാധനങ്ങളൊക്കെ തേഞ്ഞു പോകാറില്ലേ, അങ്ങനത്തെ ആ ഡിസ്ക് എന്താവും, തേയുമ്പോൾ എന്തുണ്ടാവും, രണ്ട് വെർട്ടിബ്രേ കൂട്ടി മുട്ടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടൊന്നും എന്തുണ്ടാവാം, ലോ ബാക്ക് ഏക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു ഒബേസിറ്റി, ഓവർ വെയിറ്റ് കാരണം നമ്മുടെ ബോഡിക്ക് ആ ഡിസ്കിലേക്ക് പ്രഷർ കൂടും. അത് കാരണം ഡിസ്ക് ബൾജ് സംഭവിക്കാം, അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കാം. അപ്പോൾ ഓവർ വെയിറ്റ് കാരണം നമുക്ക് സംഭവിക്കാം ഈ ലോ ബാക്ക് ഏക്ക് സംഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ സയാറ്റിക് പെയിൻ, സയാറ്റിക്ക പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവാം. അടുത്തത് പറയാനുള്ളത് പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഈ ഒരു ലോ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ സയാറ്റിക് ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വേറെ കാരണങ്ങൾ പറയുമ്പോൾ സ്പൈനൽ സ്റ്റീനോസിസ് ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, പിന്നെ ഒക്യുപ്പേഷണൽ ജോബ്, ലോങ് സ്റ്റാൻഡിങ് ജോബൊക്കെയാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്രാഫിക് പോലീസ്, അധികം നേരം നിൽക്കുക. അപ്പോൾ അധികം നേരം നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിലേക്കുള്ള ആ ഒരു പ്രഷർ കൂടും, ഇടുപ്പിലേക്കുള്ള പ്രഷർ കൂടും, അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു ഡിസ്കിലേക്കുള്ള പ്രഷർ കൂടും. അപ്പോൾ അതുകൊണ്ടും ചില ആൾക്കാർക്ക് നമുക്ക് എന്ത് കാണാൻ കഴിയും, ഈ സയാറ്റിക്ക പറഞ്ഞൊരു കണ്ടീഷൻ കാണാൻ കഴിയും. ഈ സയാറ്റിക്ക പറഞ്ഞ രണ്ട് കാലിലും കാണാം, റൈറ്റ് സൈഡിലും കാണാം, ലെഫ്റ്റ് സൈഡിലും കാണാം. എന്താ വെച്ചാൽ രണ്ട് ലെഗിലും ഒരേപോലെ നമ്മുടെ സയാറ്റിക് നെർവ് പോകുന്നുണ്ട്, ബാക്ക് കൂടെ, ബട്ടക്സിൻ്റെ ബാക്ക് കൂടെ, നീ ജോയിൻ്റെ ബാക്ക് കൂടെ ആയിട്ട് ടോയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റിലാവാം, റൈറ്റിലാവാം, അത് ഡിപ്പെൻസ് എവിടെയാണോ നമുക്ക് ബൾജ് സംഭവിച്ചത്. അപ്പോൾ എവിടെയെങ്കിലും ബൾജ് സംഭവിക്കുക പറഞ്ഞാൽ ഓൺലി ലോ ബാക്ക് ഏക്കിൽ മാത്രമല്ല സംഭവിക്കാം, നമ്മുടെ സർവൈക്കൽ റീജിയനിലും എന്താവാം, ബൾജ് സംഭവിക്കാം. അപ്പോൾ സർവൈക്കൽ ഡിസ്ക് ബൾജ് എന്ന് പറയും, ഇത് ലംബാർ ഡിസ്ക് ബൾജ് എന്ന് പറയും ലംബാർ ഏരിയയിലാണെങ്കിൽ. അപ്പോൾ L4, L5, S1, S2, S3 5 നെർവ് റൂട്ട്സ് ഒരുമിച്ച് പറയുന്ന പേരാണ് സയാറ്റിക്ക. അപ്പോൾ ഡിസ്ക് ബൾജ് കാരണം, ഓസ്റ്റിയോ ആർത്രൈറ്റിക് ചേഞ്ചസ് കാരണം, അങ്ങനെ പല കാരണങ്ങളും ഞാൻ പറഞ്ഞു. ചെറിയ കോസ് നമുക്ക് കാണാം എന്തൊക്കെയാണ് അതിൻ്റെ എന്തൊക്കെ സിംറ്റംസ് നമുക്ക് ഈ സയാറ്റിക്ക രോഗത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ പെയിൻ തന്നെയാണ്. പെയിൻ പറയുമ്പോൾ റേഡിയേറ്റിംഗ് പെയിൻ ആണ്. റേഡിയേറ്റിംഗ് പെയിൻ അല്ലെങ്കിൽ ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ആയിരിക്കും. ചിലർക്ക് ആ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, പുകച്ചിലുണ്ടാവും, നമ്പനെസ് അവർക്ക് കാണാൻ കഴിയും, ദറ്റ് ഈസ് തരിപ്പ്, ടിംഗ്ലിംഗ് സെൻസേഷൻ അനുഭവപ്പെടാം. പിന്നെ അങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ അവർക്ക് ആ ഒരു ഏരിയയിൽ പെയിൻ ഉണ്ടാവും, നടക്കുമ്പോൾ പെയിൻ ഉണ്ടാവും, കുറച്ച് അധികം നേരം അവർ ഇരുന്ന് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, ആ ഒരു ബാക്ക് ഏരിയയിൽ അവർക്ക് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ അത് നടക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ അങ്ങനെ തന്നെ ചിലവർക്ക് ചുമയ്ക്കുമ്പോൾ ഒരു തുമ്മൽ അല്ലെങ്കിൽ ചുമ വരുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ലോ ബാക്ക് ഏരിയയിൽ അവർക്ക് എന്തുണ്ടാവും, ആ ഒരു പെയിൻ വരും. ഈ പെയിൻ വരുന്ന സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ബൾജിങ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയുള്ള നമ്മുടെ നെർവ് പോകണം. അപ്പോൾ നെർവിലേക്കുള്ള കംപ്രഷൻ, ഇപ്പോൾ ഇതാണ് ബൾജെങ്കിൽ ഇത് നെർവാണെങ്കിൽ അതിലേക്കുള്ള കംപ്രഷൻ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഫോഴ്സ് വരുമ്പോൾ ആ നെർവിലേക്ക് കംപ്രസ് ആവണം. ആ നെർവ് കംപ്രസ് ആകുമ്പോൾ ആ ഏരിയ എവിടേക്കാണ് ആ നെർവ് പാസ് ചെയ്യണം, ആ പാസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ OPയിൽ നമുക്ക് SLR ടെസ്റ്റ് ഉണ്ട്, സ്ട്രേറ്റ് ലെഗ് റേസ് ടെസ്റ്റ് ഉണ്ട്. അത് വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇതൊരു സയാറ്റിക്ക ആണോ, റൈറ്റ് ലെഗ് ആണോ ലെഫ്റ്റ് ലെഗ് ആണോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും. പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് MRIക്കും ഇത് എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റും സയാറ്റിക്ക കണ്ടീഷൻ ആണോ അതോ വേറെ എന്തിനാണോ. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നമുക്ക് നോക്കാം. റിസ്ക് ഫാക്ടർ ഒബ്വിയസ്ലി ഹെവി വെയ്റ്റ്സ് അല്ലെങ്കിൽ ഒബേസിറ്റി വൺ ഓഫ് ദ റിസ്ക് ഫാക്ടറാണ്. പിന്നെ അങ്ങനെ തന്നെ നമ്മുടെ ഡയബറ്റിക് മെലിറ്റസ് ടൈപ്പ് 2 അത് വൺ ഓഫ് ദ റിസ്ക് ഫാക്ടറാണ്. പിന്നെ അങ്ങനെ തന്നെ എക്സ്റ്റേണൽ ഇഞ്ചുറി അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ടായി അതറിയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എക്സസൈസസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സാവിധി, ആയുർവേദ ക്രമേണ ചികിത്സാവിധിയും മരുന്നും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നേക്കത് മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണതായിരിക്കും. അതുവരെ തീർച്ചയായും നമ്മുടെ വീഡിയോസ് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.